എന്താണോ തുടർച്ചയായി ചെയ്യുന്നത് നമ്മൾ അതായി തീരും. അതുകൊണ്ട് വൈദഗ്ധ്യം എന്നത് ഒരു പ്രവൃത്തിയല്ല, അതൊരു സ്വഭാവ സവിശേഷതയാണ്. അനുഭവത്തേക്കാൾ വലിയൊരു പാഠവും ജീവിതത്തേക്കാൾ വലിയൊരു വിദ്യാലയവും ഈ ഭൂമിയിലില്ല. വീഴ്ചകളിൽ ഒന്നും തന്നെ പറ്റാതിരിക്കുന്നതിലല്ല മഹാത്മ്യം, ഓരോ തവണയും എഴുന്നേൽക്കുന്നതിലാണ്. ആ ശുഭാപ്തി വിശ്വാസി എല്ലാ അവസരങ്ങളിലും ബുദ്ധിമുട്ടുകൾ കാണുന്നു. ഒപ്റ്റിമിസ്റ്റ് എല്ലാ ബുദ്ധിമുട്ടുകളിലും അവസരം കാണുന്നു. പ്രശ്നങ്ങളിൽ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. തിരിച്ചുയരാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. സ്വയം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ഒന്നുമില്ലായ്മയിൽ നിന്നും വിജയം നേടാൻ സാധിക്കും. വിജയത്തിന് രഹസ്യങ്ങളൊന്നുമില്ല. തയ്യാറെടുപ്പ്, കഠിനാധ്വാനം, പരാജയത്തിൽ നിന്ന് പഠിക്കൽ എന്നിവയുടെ ഫലമാണത്. ആരെങ്കിലും നിങ്ങളെ നിരസിച്ചാൽ മോശം തോന്നേണ്ട ആവശ്യമില്ല. കാരണം ആളുകൾക്ക് താങ്ങാനാവാത്തത് കൊണ്ടാണ് വിലയേറിയ വസ്തുക്കൾ അവർ നിരസിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവരോട് മത്സരിക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് മത്സരിക്കേണ്ടത്. പുറത്തു കൊടുക്കലാണ് ഏറ്റവും നല്ല പ്രതികാരം. പറയാൻ മറുപടി ഒന്നുമില്ലാതെ മനുഷ്യരുടെ കണ്ണ് നിറയുന്നത് കാണാം. എത്ര അടുപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവർ ഇഷ്ടപ്പെടുന്നത് പോലെ പെരുമാറിയില്ലെങ്കിൽ അകൽച്ചയുണ്ടാകും. തീക്കനൽ കയ്യിലെടുത്തതുപോലെയാണ് ദേഷ്യപ്പെട്ടിരിക്കുന്നത്. പൊള്ളലേൽക്കുന്നത് അവനവന് തന്നെയായിരിക്കും. അത് മറന്നേക്കൂ. ഇന്നലെ എന്ന ദിവസം കഴിഞ്ഞുപോയി. ആ ദിവസത്തോടൊപ്പം അതിൽ സംഭവിച്ചതും കഴിഞ്ഞു പോകട്ടെ. ഇന്നലത്തെ പകയും ശത്രുതയും ഇന്നു വേണ്ട. ഇന്ന് നമ്മൾ പുതിയ മനുഷ്യരാണ്. ഇന്നലത്തെ ഞാനല്ല ഇന്ന്. നിങ്ങളും മാറിയല്ലോ. നിങ്ങൾ ആർക്കെങ്കിലും കരുതലും സ്നേഹവും കൊടുക്കുന്നുവെങ്കിൽ അവരോട് അത് പറയാൻ കൂടുതൽ വൈകിക്കരുത്. കാരണം അവർ പോയി കഴിഞ്ഞ് നിങ്ങൾ എത്ര ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാലും ഉറക്കെ കരഞ്ഞാലും അവർ അത് കേൾക്കണമെന്നില്ല. കളങ്കമില്ലാത്ത ഹൃദയമുള്ളവർ എപ്പോഴും ബന്ധങ്ങളിൽ നിർഭാഗ്യവാന്മാരാണ്. അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെയുണ്ടാകും, എന്നാൽ മനസ്സിലാക്കിയവർ അപൂർവവും. ദേഷ്യം നമ്മുടെ ദുർബലതയാണ്. ക്ഷമയും വിവേകവുമാണ് അതിൻ്റെ മറുമരുന്ന്. കോപം വന്നാൽ സ്വയം നിയന്ത്രിക്കണം. ദേഷ്യം അടങ്ങിയ ശേഷം വിവേകപൂർവ്വം ചിന്തിക്കുക. അപ്പോൾ കോപത്തിൻ്റെ നിസ്സാരത നമുക്ക് മനസ്സിലാവുകയും ക്ഷമയുടെ മഹത്വം നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. നിങ്ങൾ സ്വപ്നം കാണാറില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കെന്തോ വ്യക്തിത്വ വൈകല്യമുണ്ടെന്നാണ്. നിങ്ങളെ തോൽപ്പിക്കാനും ജയിപ്പിക്കാനും കഴിവുള്ള ഒരാൾ മാത്രമേ ഈ ലോകത്തുള്ളൂ. അറിയുക, അത് നിങ്ങൾ മാത്രമാണ്. കിട്ടുന്ന സ്നേഹം കൊണ്ട് ദരിദ്രനാണെങ്കിലും മെനഞ്ഞു കൂട്ടുന്ന സ്വപ്നങ്ങൾ കൊണ്ട് ധനികനാണ് ഓരോ മനുഷ്യനും. തിളച്ചുകൊണ്ടിരിക്കുന്ന ചൂടുള്ള ഒരു പാത്രത്തിലേക്ക് ഈച്ചകൾ പറന്നടുക്കാറില്ല എന്ന് പറയുന്നതുപോലെ തിരക്കുള്ളതും കഠിനാധ്വാനിയുമായ ഒരു മനുഷ്യനെ മടിയന്മാരായ സുഹൃത്തുക്കൾ അപൂർവമായി മാത്രമേ സന്ദർശിക്കാറുള്ളൂ. സ്നേഹം വിളമ്പിക്കൊടുക്കുക, പക്ഷേ വാരിക്കൊടുക്കരുത്. നിറഞ്ഞാൽ പിന്നെ കഴിക്കുന്നവർ മടുത്തു തുടങ്ങിയെന്നു വരും. തോൽക്കാൻ ഒരു വിഷമവുമില്ല. ജീവിതമല്ലേ. ജയവും തോൽവിയും സാധാരണം. പക്ഷേ ചിലർ നമ്മളെ മനഃപൂർവ്വം തോൽപ്പിച്ചതാണെന്നറിയുമ്പോഴാണ് നാം ശരിക്കും തോൽക്കുന്നത്. സ്നേഹബന്ധങ്ങൾ ഒരിക്കലും സ്വാഭാവികമായി നശിക്കുന്നില്ല. ഈഗോ, മനോഭാവം, അജ്ഞത എന്നിവയാൽ കൊല്ലപ്പെടുകയാണ് പതിവ്. ഒരു നിമിഷത്തിന് ഒരു ദിവസത്തെ മാറ്റാൻ കഴിയും. ഒരു ദിവസത്തിന് ഒരു ജീവിതത്തെ തന്നെ മാറ്റാൻ കഴിയും. ഒരു ജീവിതത്തിന് ലോകത്തെയും മാറ്റാൻ കഴിയും. സൂര്യനെ പോലെ തിളങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സൂര്യനെ പോലെ എരിയണം. അവനവനെ കീഴടക്കുന്നവർക്ക് മാത്രമേ ലോകം കീഴടക്കാനാകൂ. കടലോരത്തെ കരിങ്കല്ലുകൾ പോലെയാവണം ജീവിതം. ആക്ഷേപങ്ങളും പരിഹാസങ്ങളും തിരമാല പോലെ വന്നടിച്ചാലും പതറാതെ നേരിടണം. മുഖത്ത് മേക്കപ്പെടാത്ത സ്ത്രീകൾ പൊതുവെ ആത്മധൈര്യം കൂടുതലുള്ളവരായിരിക്കും. അവനവനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് ജീവിക്കേണ്ടതായി വരും. ഇല്ല എന്നു പറയാനുള്ള യഥാർത്ഥ ശക്തി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ശരി എല്ലായ്പ്പോഴും ദുർബലമായിരിക്കും. കടന്നുപോയ മനോഹരമായ നിമിഷങ്ങൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കരുത്. കാരണം തിരിച്ചു വരാൻ കഴിയാത്തതുകൊണ്ടാണ് ആ നിമിഷങ്ങൾ മനോഹരമായത്. വിജയത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ ആദ്യം തന്നെ പ്രതീക്ഷയുടെ വിളക്ക് കൊളുത്തുക. വിജയത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട താക്കോൽ പ്രവർത്തനമാണ്. ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിന് ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം അതിനുള്ള അവസരം കൊടുത്തത് നമ്മൾ തന്നെയാണ്.